സുകന്യ, ഈ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പടം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഉം. എമ്പുരാൻ, എമ്പുരാൻ അത് കണ്ടോ? കണ്ടു. എവിടെയാണ് കണ്ടത്? നമ്മുടെ സെൻട്രൽ സ്ക്വയർ മാളിൽ ഐമാക്സിൽ. അപ്പോ എല്ലാ സംവിധാനമുള്ള കേരളത്തിലെ ഏക ഐമാക്സ്. ഐമാക്സ് തിയേറ്ററാണ്. വലിയ എഫക്റ്റീവ് ആയിരുന്നോ സിനിമ? സിനിമ സൗണ്ട് എഫക്ട്സ് ഒക്കെ നല്ലതായിരുന്നു. ബട്ട് സ്ക്രീൻ കുറച്ച് സ്ട്രെച്ച്ഡ് ആയിരുന്നു. കാര്യം അതിന്റെ കുറച്ച് ആസ്പെക്ട് റേഷ്യോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ, മൊത്തത്തിൽ എമ്പുരാന്റെ ഒരു റിവ്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതെ. എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത്, ഫസ്റ്റ് ഡേ റിവ്യൂസ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു കൗതുകം എനിക്കുള്ളത്, ഈ സിനിമയിൽ ഗോദ്ര സംഭവം കാണിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം അതിനെപ്പറ്റി സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ നല്ല സിനിമയൊക്കെ വന്ന അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നുണ്ടോ? ഉണ്ട്, കാണിക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ ഒരു 30 അല്ലെ 45 മിനിറ്റോളം ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോദ്ര കലാപം അല്ല, ഗോദ്ര സംഭവം കാണിക്കുന്നില്ല, ഗുജറാത്ത് കലാപം തൊട്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗോദ്ര പറയാതെ ഗുജറാത്ത് കലാപം പറയുന്നത് മനസ്സിലായിട്ടില്ല. അതല്ല, ഈ തീവണ്ടി കത്തുന്ന രംഗങ്ങൾ ഇതില്ലേ? തീവണ്ടി കത്തുന്നതായിട്ട് കാണിക്കുന്ന ടൈറ്റിൽ കാർഡിലാണ്. ടൈറ്റിൽ കാർഡിൽ ഇങ്ങനെ ഒരു തീവണ്ടി ആദ്യം കാണിക്കുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ കത്തുന്നതായിട്ട് കാണിക്കുന്നു, പിന്നെ ഒരു സ്വാമി അവിടെ ഇരിക്കുന്നു, സ്വാമിയും കത്തിപ്പോകുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ടൈറ്റിൽ കാർഡിൽ എല്ലാം കാണിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് കത്തിപ്പോകുന്നതായിട്ടാണ്. തീവണ്ടിക്ക് ചുറ്റും ആളുകളുണ്ടോ? തീവണ്ടി തന്നെ സ്വയം ആത്മഹത്യയാണ്? സ്വയം ആത്മഹത്യയാണ് തീവണ്ടി. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വയമാണല്ലോ. അതെ, ആത്മാഹുതിയാണ് തീവണ്ടിയുടെ. അപ്പൊ ഞാൻ ഈ ഗോദ്ര സംഭവം എന്താണെന്ന് പറയാം. മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഗോദ്ര സംഭവം കാരണമാണ് ഈ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്. അതെ. അപ്പോ ഈ ഗോദ്ര, ഈ പല ആളുകളും പല കാര്യങ്ങളും മറന്നുപോകും. ഇപ്പൊ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കലാപമാണ്, ഭരണകൂടം നടത്തിയതാണെന്നൊക്കെ ഈ മാർക്സിസ്റ്റുകൾ, ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികളൊക്കെ പറയാറുണ്ട്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭരണകൂട കലാപം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അത് 1946 ജിന്ന പ്രത്യക്ഷ സമരദിനം പ്രഖ്യാപിച്ചപ്പോ പശ്ചിമ ബംഗാളിൽ നടന്നതാണ്. പശ്ചിമ ബംഗാളിൽ അന്ന് മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയാണ് ഷഹീദ് സുഹ്രവർദി. പിന്നീട് അയാൾ പാകിസ്ഥാനിലേക്ക് പോയി. ഈ പ്രത്യക്ഷ സമരദിനത്തില് 2-3 ദിവസം തുടർച്ചയായിട്ട് 4500 ഹിന്ദുക്കളെ ഈ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി കൊന്നുകളഞ്ഞു. അവിടെ ഈ ഹിന്ദുക്കളുടെ മുഴുവൻ വീടുമൊക്കെ കത്തിച്ചു. അതിൻ്റെയൊക്കെ മുമ്പിൽ ഈ ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഒന്നുമല്ല. ഈ ഷഹീദ് സുഹ്രവർദി എന്ന് പറഞ്ഞൊരു മുസ്ലിം മുഖ്യമന്ത്രിയുടെ കാലത്ത് ബംഗാളിൽ നടന്ന പോലെ ഈ ചരിത്രമൊക്കെ ഈ പാഠപുസ്തകങ്ങളിൽ വരില്ല. അതുകൊണ്ട് ആളുകൾ അറിയാതിരിക്കുകയാണ്. അതുപോലെ ഈ ഗുജറാത്തില് ഗോദ്ര സംഭവമാണ് എല്ലാത്തിൻ്റെയും വിത്ത്. അപ്പൊ അത് ഈ സിനിമയിൽ ശരിക്കും കാണിച്ചിട്ടില്ല എങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കണമല്ലോ. അങ്ങനെയാണ്, ട്രെയിൻ വെറുതെ കത്തില്ലല്ലോ. അപ്പൊ 2002 ഫെബ്രുവരി 27 ഗോദ്ര സംഭവം നടക്കുന്നത്. 59 ഹിന്ദു തീർത്ഥാടകര്, കർസേവകര്, അവർ അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മടങ്ങുകയാണ്. ഈ മടങ്ങുമ്പോ ഗോദ്ര എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വെച്ച് ഈ സബർമതി എക്സ്പ്രസ് 1000-ഓളം വരുന്ന മുസ്ലിം സംഘം ആക്രമിച്ച് തീ വയ്ക്കുകയാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. കോടതികളും ശരിവെച്ചതാണ് ഈ സംഭവം. അപ്പോ ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഈ തീ വെച്ച് 59 ഹിന്ദുക്കളെ ഈ തീ വെച്ച് കൊന്നു വെന്ത് മരിക്കുകയാണ് അവര്. ഇത് നാനാവതി മേത്ത കമ്മീഷൻ ഇത് അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു. അപ്പോൾ നാനാവതി മേത്ത കമ്മീഷന്റെ കണ്ടെത്തൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതി അനുസരിച്ചിട്ടാണ് ഈ തീർത്ഥാടകരെയും കർസേവകരെയും ഗോദ്രയിൽ വെച്ച് കൊന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്മീഷൻ 2008 ഈ റിപ്പോർട്ട് അവസാനമായിട്ട് കൊടുത്തു. 1000 മുസ്ലിങ്ങളുടെ ഒരു മോബ് സംഘം ആയിരുന്നു ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാലയളവിൽ തന്നെ ഈ BJP വിരുദ്ധനായ ലാലു പ്രസാദ് യാദവ്, റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ബാനർജി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ 2004 ഇതേ കാര്യം അന്വേഷിച്ച് അയാൾക്ക് വേണ്ട വിധത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് നിയോഗിച്ചിരുന്നു.
ഒരു സംഭവത്തിനെ പറ്റി തന്നെ 2 കമ്മീഷൻ അന്വേഷിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതൊരു കേസായിട്ട് ഈ ബാനർജി കമ്മീഷനെ ഹൈക്കോടതി ക്വാഷ് ചെയ്തിരുന്നു. അതിന്റെ നിയമനം തന്നെ അങ്ങനെ ഒരു ബാനർജി കമ്മീഷൻ എന്ന് പറഞ്ഞ ആവശ്യമില്ല, നാനാവധി കമ്മീഷൻ ഉണ്ട്, അത് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ലാലുവിന്റെ കുതന്ത്രം പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇത്യാദികളുടെ ഒക്കെ കുതന്ത്രം പൊളിഞ്ഞുപോയി. എന്നിട്ട് ഈ സംഭവത്തില് 31 മുസ്ലിങ്ങളെ തെളിവ് കണ്ടിട്ട് ശിക്ഷിച്ചു. കോടതി പ്രധാനപ്പെട്ട തെളിവായിട്ട് എടുത്തത് ഈ നാനാവധി മേത്ത കമ്മീഷൻ റിപ്പോർട്ടാണ്. ഒരു കമ്മീഷൻ റിപ്പോർട്ട് തന്നെ തെളിവായിട്ട് ഹൈക്കോടതി സ്വീകരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 31 മുസ്ലിങ്ങളെ കൺവിക്ട് ചെയ്തു ഫെബ്രുവരി 11-ാം തീയതി. 2017 ഒക്ടോബറിൽ ഈ വിധി, ഹൈക്കോടതിയുടെ വിധി, മറ്റേ വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ 1000 പേര് അടങ്ങുന്ന ഒരു മുസ്ലിം സംഘം ഗോദ്രയിൽ വെച്ച് 59 ഹിന്ദുക്കളെ ട്രെയിനിന് തീവച്ച് കൊന്നതാണ് ഈ ഗോദ്ര സംഭവം എന്ന് പറയുന്നത്. ഈ ഗോദ്ര സംഭവം ഈ സിനിമയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല. വ്യക്തമായിട്ടെന്നല്ല, അതേക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല. അപ്പൊ ഈ സിനിമയില് പൊതുവെ ഒരു ജിഹാദി അനുകൂല ഒരു ടോൺ ഉണ്ടെന്നാണ് സുകന്യ പറയുന്നത്. അതെ അല്ലേ? ജിഹാദി മാത്രമല്ല, ഇതിൽ പറയുന്നത് ഭരിക്കുന്ന പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഒരു BJPക്ക് ഒരു മറുപേരിട്ടിട്ട് AS എന്നോ മറ്റോ ആണ് ഒരു പാർട്ടി കാണിക്കുന്നുണ്ട്. അതിന്റെ ആൾക്കാർ മൊത്തം പ്രശ്നക്കാരാണ്, അതിനെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പൊ അവര് വരാൻ ഒരു ആഭ്യന്തരമന്ത്രിയെ ഞാൻ വിളിക്കാന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതായത് ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറയുന്ന ആദ്യം കാണിക്കുന്ന വില്ലൻ പിന്നീട് ഒരു ബാബ, ബജ്റംഗി ബാബ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അയാള് എങ്ങനെ ബജ്റംഗി ബാബ അയാളെ എന്തുകൊണ്ട് ബജ്റംഗി ബാബ എന്ന് വിളിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. എവിടത്തെ ആഭ്യന്തരമന്ത്രിയെ വിളിക്കാന്നാണ് പറയുന്നത്? കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണല്ലോ വിളിക്കേണ്ടത്. അന്ന് പക്ഷെ മോദിയും അമിത്ഷായും ഒക്കെ ഗുജറാത്തിലാണല്ലോ. ഇതിൽ ആഭ്യന്തരമന്ത്രിനെ പറയുന്നുള്ളൂ. അതായത് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിനകത്തുള്ള പ്രശ്നമാണ്, വീട്ടിലുള്ള പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ പറയുന്നത് ഹോമിലുള്ള പ്രശ്നമാണ്. അപ്പം ഹോം മിനിസ്റ്ററെ അല്ലേ വിളിക്കേണ്ടതെന്നേ പറയുന്നുള്ളൂ. കേരളത്തിന്റെ ഹോം മിനിസ്റ്റർ ആണോ കേന്ദ്രത്തിന്റെ ഹോം മിനിസ്റ്റർ ആണോ എന്നൊന്നും പറയുന്നില്ലെങ്കിലും തുടക്കം തൊട്ട് കൃത്യമായിട്ടൊരു പ്രൊപ്പഗാൻഡ ഈ പടത്തിനുണ്ട്. ഇതിന്റെ റിവ്യൂ ഒന്നും നമ്മൾ പറയണില്ല, ബട്ട് ഒരു പ്രൊപ്പഗാൻഡ പടമാണിത്. അത് വ്യക്തമാണ്. അതായത് ഫസ്റ്റ് സീൻ കാണുന്നിടം തൊട്ട്, അതായത് ടൈറ്റിൽ കാർഡ് കഴിഞ്ഞ് ഫസ്റ്റ് സീൻ കാണുന്നിടം തൊട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ പ്രൊപ്പഗാൻഡ എന്നുള്ളത്. പ്രൊപ്പഗാൻഡ പടം അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ നമ്മൾ മറ്റൊരു സിനിമയുണ്ട് മാർക്കോയിൽ എന്താ സംഭവിക്കുന്നത്? വില്ലന്മാരെല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് മാർക്കോയുടെ കുടുംബത്തിലുള്ളവരെ എല്ലാം കൊല്ലുന്നു. അതിന് പ്രതികാരമായിട്ട് മാർക്കോ പോയിട്ട് ബാക്കിയുള്ളവരെ തല്ലിയും കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിരുന്ന് കൈയടിക്കുന്നു. ഇത് തന്നെയാണ് ഇതിനകത്ത് വില്ലനായിട്ടുള്ള ബജ്റംഗി ചെയ്തിട്ടുള്ളത്. മാർക്കോ സിനിമയ്ക്ക് ഞാൻ കൈയടിച്ചില്ല. അല്ല, ആസ് എ പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിന് ഇപ്പൊ ഞാൻ കൈയടിച്ചു. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു മാർക്കോ. മീൻസ് നമ്മൾ അതിന്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെടാത്ത ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷെ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് മാർക്കോ. അപ്പൊ ഈ മാർക്കോ, ഞാൻ പറഞ്ഞു വന്ന മാർക്കോ സിനിമ നല്ലതാണോ മോശമാണോ എന്നല്ല. മാർക്കോ സിനിമയിൽ അതേ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. അതിൽ നായകന്റെ കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇതിൽ വില്ലന്റെ കോണ്ടെക്സ്റ്റ്. അതായത് വില്ലനായിട്ടുള്ള ബജ്റംഗിയുടെ കൂട്ടത്തിലുള്ള ഈ പറഞ്ഞ പോലെ ആൾക്കാരെ തീവച്ച് കൊന്നു കഴിഞ്ഞാൽ ബജ്റംഗി പിന്നെ എന്താ ചെയ്യേണ്ടത്? കൈയും കെട്ടി നോക്കിയിരിക്കണം. ഇതില് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നോ മറ്റോ അല്ലായിരുന്നോ ലൂസിഫറിൽ? അതെ, ഇപ്പോഴും അത് തന്നെയാണ് പേര്. ഇപ്പോഴും അത് തന്നെയാണോ? പക്ഷെ ഈ പുള്ളി ഇതുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവും അതെനിക്ക് മനസ്സിലാകുന്നില്ല. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കത്തോലിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണമല്ലോ പശ്ചാത്തലം. അല്ല, ഇത് ഈ പറഞ്ഞ പോലെ ഈ കലാപം കഴിഞ്ഞിട്ട്, അതായത് ഒരു നടന്റെ ചെറുപ്പകാലമായിട്ടാണ് ഈ കലാപത്തിൽ വിക്ടിമായിട്ടാണ് അയാളെ കാണിക്കുന്നത്. അപ്പൊ അയാൾ ഇത് കലാപം എല്ലാം കഴിഞ്ഞിട്ട് തീവ്രവാദി ഗ്രൂപ്പുകളിൽ പോയി പെടുകയാണോ പോയി ചേരുന്നതാണോ എന്തോ ഒന്നും കാണിക്കുന്നില്ല. എങ്ങനെയോ തീവ്രവാദികളുടെ മുന്നിൽ പോയി ചേർന്നു. അപ്പൊ തീവ്രവാദികൾ ഇങ്ങനെ ഇയാളോട് പറയുകയാണ്, നിന്റെ കുടുംബത്തെ കൊന്നത് ആരാ? അപ്പൊ അത് നാട്ടിലുള്ള അല്ല, ഹിന്ദുക്കൾ, ഹിന്ദുസ്ഥാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇവരെ എല്ലാം കൂടെ ഒരു വണ്ടിക്കകത്ത് എവിടെയോ കൊണ്ടുപോകുന്ന സമയത്ത് എവിടുന്നോ കുറെ വെടിവെച്ച കേൾക്കുന്നു, പൊട്ടുന്നു. ആരാ വെടിവെക്കുന്നതൊന്നും കാണുന്നില്ല. ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങോ അല്ലെ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറഞ്ഞ സാധനം നടക്കുന്നുണ്ട്, ഇൻഡോക്ട്രിനേഷൻ. അതെ, അത് പോസിറ്റീവായിട്ടാണോ ചെയ്യുന്നത്? പ്രോ ജിഹാദ് പ്രോ ജിഹാദായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത്
ജിഹാദിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പലയിടത്തും പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് എമ്പുരാനിൽ എന്താണുള്ള അതിനകത്ത് അതേപോലെ തന്നെ എടുത്ത് സെക്കൻഡിലും കൊണ്ടുവച്ചിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ. പിന്നെ എവിടുന്നൊക്കെയോ വരുന്ന കുറെ ക്യാരക്ടേഴ്സ് എന്തിനൊക്കെയോ വേണ്ടി, അതായത് അതെ ഫസ്റ്റിലുള്ള കുറെ കഥാപാത്രങ്ങളെ സെക്കൻഡിൽ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ മിക്കവാറും ഉള്ള ആൾക്കാരുടെ ഭാവം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക എന്നുള്ളതാണ്. തുടക്കം തൊട്ട് അവസാനം വരെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു 5 കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. അത് മാത്രമാണ് അവരുടെ ജോലി. ഈ സിനിമ കണ്ട ശേഷമുള്ള ആളുകളുടെ ഈ ഛർദിയോ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സബർമതി എക്സ്പ്രസ് ഒന്നുകൂടി കാണണം എന്ന് ഉപദേശിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാര്യം ഇത്രയും നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ഓപ്പൺ ആവുന്നത് നോക്കി, ബുക്കിംഗ് ഓപ്പൺ ആവുന്നത് നോക്കിയിരുന്ന് ആദ്യം കാണിച്ച റേറ്റിന്റെ ഇരട്ടി റേറ്റ് ആണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. ആദ്യം നമ്മൾ കാണിച്ച റേറ്റിന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, പിന്നെ അതിന്റെ ഇരട്ടി റേറ്റ് കൊടുത്ത് ബുക്ക് ചെയ്തതാണ്. അത് ഐമാക്സ് പോലൊരു തിയേറ്ററിൽ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ച് ബുക്ക് ചെയ്തതാണ്. അപ്പം നമ്മളുടെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങനത്തെ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾക്ക് എന്താ പറയാ, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ലൊക്കേഷൻ കണ്ടു ഞാൻ ഇന്റർവ്യൂസ് കണ്ടു. പക്ഷെ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് എന്താണ്, എവിടെയാണ് കഥ നടക്കുന്നത്, എന്തിനാണ് ഇവര് ലോകം മൊത്തം സഞ്ചരിക്കുന്നത്, എന്തിനാണ് ഈ കണ്ടവരെയൊക്കെ കൊല്ലുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മോഹൻലാലിനെ ശബരിമല അയ്യപ്പൻ കാക്കട്ടെ. പൃഥ്വിരാജിനെ പറ്റി ഞാനത് പറയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.